കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ കുറച്ച് സെന്റൻസസ് കൊടുത്തിരുന്നു. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കുറച്ച് സെന്റൻസസ്. നിങ്ങൾ എത്ര പേര് അത് ചെയ്തു, എത്ര പേർക്ക് കറക്റ്റായി കിട്ടി, അതൊന്നും എനിക്കറിയില്ല. ഈ ലെസന്റെ അവസാനവും കുറച്ച് സെന്റൻസസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് വേണമെങ്കിൽ താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ആ കഴിഞ്ഞ ലെസണിൽ പറഞ്ഞ സെന്റൻസസ് ഉപയോഗിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അതിന്റെ ആൻസേഴ്സ് ഇവിടെ നോക്കാം. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കൂടുതൽ പേര് ഷെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്യുന്ന സമയത്ത്, ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തും. അത് അവർക്കും ബെനിഫിഷ്യലാണ്, എനിക്കും ബെനിഫിഷ്യലാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഇത് ലൈക്ക് ചെയ്യൂ, അതുപോലെ ഹൈപ്പ് ചെയ്യൂ. ഇനി നമുക്ക് നമ്മുടെ ലെസണിലേക്ക് പോകാം. ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് കാലമായി. നേരത്തെ എപ്പോഴും കണ്ടിട്ടുണ്ട്, പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. അതായത് പാസ്റ്റിൽ ഏതോ ഒരു സമയം തൊട്ട് ഇപ്പോൾ അതായി സംസാരിക്കുന്ന സമയം വരെയുള്ള ഒരു പീരിയഡ് ഓഫ് ടൈമിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. അതായത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്യുന്ന ആക്ഷൻസിനെയും സിറ്റുവേഷൻസിനെയും കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പെർഫെക്റ്റ് ടെൻസസ് ആണ്. സിറ്റുവേഷൻ ആണെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ആക്ഷൻ ആണെങ്കിൽ, ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. ഇവിടെ ഇതൊരു സിറ്റുവേഷനാണ്. പാസ്റ്റിൽ എപ്പോഴോ കണ്ടു, പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഒരുപാട് കാലമായി എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം എന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ എ വൈൽ എന്ന് പറയാം. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് വൈൽ എന്നും പറയാം. 2 മണിക്കൂറായി എന്ന് പറയണമെന്ന് കരുതുക. അതിന് പറയുന്ന ഇറ്റ് ഹാസ് ബീൻ 2 hours എന്നാണ്. 2 വർഷമായെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ 2 years. അപ്പോൾ ഒരുപാട് കാലമായി എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം. ഞങ്ങൾ കണ്ടിട്ട് സിൻസ് വി മെറ്റ്. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് ടൈം സിൻസ് വി മെറ്റ്. ഇറ്റ് ഹാസ് ബീൻ എ വൈൽ എന്നും പറയാം. ഇവിടെ സിൻസ് കൺജങ്ഷൻ ആയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുശേഷം ഒരു ക്ലോസ് ആണ് വന്നിട്ടുള്ളത്. സബ്ജക്റ്റും വെർബും ഉണ്ട്. സിൻസിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പാസ്റ്റ് ആണ് എന്ന് ശ്രദ്ധിക്കണം. മെയിൻ ക്ലോസിൽ, അതായത് ഇറ്റ് ഉപയോഗിച്ച് തുടങ്ങുന്ന ആ ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇവിടെ നമ്മളൊരു സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിച്ചത്. ഹാസ് ബീൻ എന്നത് ഈസിന്റെയും വാസിന്റെയും എല്ലാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ആണ്. അതുകൂടി ശ്രദ്ധിക്കുക. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. കുറെ കാലമായി ഞങ്ങൾ കണ്ടിട്ടില്ല. കണ്ടിട്ട് കുറെ കാലമായി എന്ന് പറഞ്ഞാലും കുറെ കാലമായി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴും ഒരേ അർത്ഥം തന്നെയാണ്. അപ്പൊ കുറെ കാലമായി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെയാ പറയാം? ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രസന്റ് പെർഫെക്റ്റ് തന്നെയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. വി ഹാവിൻ മെറ്റ്. കുറെ കാലമായി. ഫോർ എ ലോങ് ടൈം അല്ലെങ്കിൽ ഇൻ എ ലോങ് ടൈം. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ നെഗറ്റീവ് സെന്റൻസസിൽ നമുക്ക് ഫോറിന് പകരം ഇൻ ഉപയോഗിക്കാം. ഇത് ശ്രദ്ധിക്കണം. അഫർമേറ്റീവ് സെന്റൻസസിൽ ഇങ്ങനെ ഉപയോഗിക്കരുത്. നെഗറ്റീവ് സെന്റൻസസിലാണ് നമുക്ക് ഫോറിന് പകരം ഡ്യൂറേഷൻ കാണിക്കുന്നതിന് വേണ്ടി ഇൻ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വി ഹാവിൻ മെറ്റ് ഇൻ എ ലോങ് ടൈം അല്ലെങ്കിൽ വി ഹാവിൻ മെറ്റ് ഫോർ എ ലോങ് ടൈം. രണ്ടും നമുക്കിവിടെ പറയാം. ജൂണിൽ മഴ പെയ്യാറുണ്ട്. ഇതൊരു ഫാക്റ്റ് ആണ് അല്ലേ? ജൂണിൽ മഴ പെയ്യാറുണ്ട്. ഡിസംബറിൽ മഴ പെയ്യാറില്ല. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ, എപ്പോഴും ട്രൂ ആയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ചെയ്യാറുണ്ട്, പോവാറുണ്ട്, വരാറുണ്ട്, സംഭവിക്കാറുണ്ട്, ഇതെല്ലാം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവണം ഇവിടെ ഉപയോഗിക്കേണ്ട സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കുമെന്ന്. ജൂണിൽ മഴ പെയ്യാറുണ്ട്. മഴ പെയ്യുന്നതിനെ കുറിച്ച്, പൊതുവെ വെതറിനെ കുറിച്ച് എല്ലാം സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ആ സെന്റൻസ് തുടങ്ങുന്നത് ഇറ്റ് ഉപയോഗിച്ചാണ്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ജൂണിൽ മഴ പെയ്യാറുണ്ട്. സബ്ജക്റ്റ് ഇറ്റ് സിംഗുലർ ആയത് കാരണമാണ് നമ്മൾ റെയിൻസ് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. റെയിൻ എന്ന വെർബിന് ശേഷം എസ് കൂടി ഉപയോഗിച്ചു. ഇംഗ്ലീഷിൽ റെയിന് നൗണുമായി ഉപയോഗിക്കാം, നമുക്ക് വെർബായി ഉപയോഗിക്കാം. ഇവിടെ അത് വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ഇറ്റ് ഡസിൻ റെയിൻ ഇൻ ഡിസംബർ. ഡിസംബറിൽ മഴ പെയ്യാറില്ല. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആകുമ്പോൾ പിന്നെ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമുക്ക് ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കണം. ഇറ്റ് ഡസിൻ റെയിൻ ഇൻ ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി. ഇറ്റ് റെയിൻസ് ഇൻ ജൂൺ. ഫാക്ട്സിനെ കുറിച്ച് പറയാൻ, ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ, റുട്ടീൻസിനെ കുറിച്ച് പറയാൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ടെൻസ് ആണ്. ഇനി ജൂണിൽ മഴ പെയ്യാറുണ്ടോ എന്ന് ചോദിക്കണമെന്ന് കരുതുക. അപ്പൊ നമ്മൾ ഡസ് ഉപയോഗിച്ചാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ഇറ്റിന് മുന്നിൽ ഡസ് ഉപയോഗിച്ചാൽ നമുക്കത് ക്വസ്റ്റ്യൻ ആയി കിട്ടും. ഡസ് ഇറ്റ് റെയിൻ ഇൻ ജൂൺ. ജൂണിൽ മഴ പെയ്യാറുണ്ടോ? പിന്നെ റെയിൻസ് എന്ന് പറയുന്നില്ല. ഡസ് ഇറ്റ് റെയിൻ ഇൻ ജൂൺ. ഡൂവിനും ഡസിനും ഡെഡിനും ശേഷം നമ്മൾ എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോം ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പിന്നെ ആ വെർബിന്റെ കൂടെ നമ്മൾ എസ് ആഡ് ചെയ്യില്ല. ഇവിടെ ഒരു മില്ല് ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറെ വർഷങ്ങൾ മുമ്പ് അടച്ചു. പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. ഇവിടെ ഒരു മില്ല് ഉണ്ടായിരുന്നു. പണ്ട് കുറെ കാലം ഇവിടെ ഒരു മില്ലുണ്ടായിരുന്നു. ഇപ്പൊ അത് ഇല്ല. നമുക്ക് പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാനും പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനും, അതായത് പണ്ട് നമ്മൾ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമുക്ക് യൂസ്ഡ് ഉപയോഗിക്കാം.
യൂസ് ടു ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം കുറേ കാലം, ഇപ്പോൾ ഇവിടെ പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാനായി നമ്മൾ യൂസ് ടു ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം കുറേ കാലം ആ മില്ല് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. കുറേ വർഷം അതവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പം നമുക്കത് ഇങ്ങനെ പറയാം. ഇംഗ്ലീഷിൽ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ ദർ ഉപയോഗിച്ചാണ്. എക്സിസ്റ്റൻസ് സൂചിപ്പിക്കാനായി നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ദർ. ദർ ഈസ് അല്ലെങ്കിൽ ദർ വാസ്. ദർ വാസ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു, ദർ ഈസ് എന്ന് പറയുമ്പോൾ ഉണ്ട്. പൊതുവേ നമ്മൾ ഇംഗ്ലീഷിൽ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വെർബ് ഹാസും ഹാവുമാണ്. പക്ഷേ ദറിന് ശേഷം ദർ ഹാസോ ദർ ഹാഡോ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, ഈസ് ആണ് എന്ന് ശ്രദ്ധിക്കുക. ദർ ഈസ് എന്നാൽ അതിനർത്ഥം ഉണ്ട് എന്നാണ്. എവിടെയോ എന്തോ ഉണ്ട്, അത് പറയാനായി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ദർ ഈസ്. ഇവിടെ നമുക്കൊരു മിൽ ഉണ്ടായിരുന്നു എന്ന് പറയണം. ആ സെന്റൻസ് നമ്മൾ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹിയർ ഉപയോഗിച്ചല്ല. ഉണ്ടായിരുന്നു, ദർ യൂസ് ടു ബി എ മിൽ ഹിയർ. ഇവിടെ ആ സ്ഥലം സൂചിപ്പിക്കുന്ന ആ എക്സ്പ്രഷൻ ആ സെന്റൻസിന്റെ അവസാനമാണ് വരുന്നത്. ഹിയർ യൂസ് ടു ബി എ മിൽ അല്ല, ദർ യൂസ് ടു ബി എ മിൽ ഹിയർ. ഇവിടെ ഒരു മിൽ ഉണ്ടായിരുന്നു. ദർ യൂസ് ടു ബി എ മിൽ എന്ന് പറയുമ്പോൾ മിൽ ഉണ്ടായിരുന്നു. ഹിയർ ഇവിടെ. ദർ യൂസ് ടു ബി എ മിൽ ഹിയർ. പക്ഷെ അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അടച്ചു. ബട്ട് ഇറ്റ് ക്ലോസ്ഡ് മെനി ഇയേഴ്സ് എഗോ. ആക്ച്വലി ഇറ്റ് ക്ലോസ്ഡ് എന്നത് ആക്റ്റീവ് വോയിസിലാണ്. ഇറ്റ് വാസ് ക്ലോസ്ഡ് എന്നും പറയാം. മറ്റാരോ അടച്ചു എന്ന രീതിയിൽ നമുക്കിവിടെ ഇറ്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാലും ഇറ്റ് വാസ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. ദർ യൂസ് ടു ബി എ മിൽ ഹിയർ ബട്ട് ഇറ്റ് ക്ലോസ്ഡ് മെനി ഇയേഴ്സ് എഗോ. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അടച്ചു. നമുക്കിവിടെ യൂസ് ടുവിന് പകരം വേണമെങ്കിൽ വാസ് ഉപയോഗിക്കാം. സിമ്പിൾ പാസ്റ്റ് ടെൻസും ഉപയോഗിക്കാവുന്നതാണ്. ചെറിയൊരു ഡിഫറൻസ് ഇത് രണ്ടും തമ്മിലുണ്ട്. ദർ വാസ് എ മിൽ ഹിയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സമയത്തിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ സമയത്ത് അവിടെ ഒരു മില്ല് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് അതിനർത്ഥം. അത് ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അതുപോലെ തന്നെ ആ മില്ല് അവിടെ കുറേ കാലം ഉണ്ടായിരുന്നു, അതും നമുക്ക് വ്യക്തമല്ല ദർ വാസ് എന്ന് പറയുമ്പോൾ. പക്ഷേ ദർ യൂസ് ടു ബി എന്ന് പറയുന്ന സമയത്ത് അത് കുറേ കാലം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന മീനിങ് ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ദർ യൂസ് ടു ബി എന്ന് പറയാം, അല്ലെങ്കിൽ ദർ വാസ് എന്നും പറയാം. ദർ യൂസ് ടു ബി എ മിൽ ഹിയർ ബട്ട് ഇറ്റ് വാസ് ക്ലോസ്ഡ് എ ഫ്യൂ ഇയേഴ്സ് എഗോ, അല്ലെങ്കിൽ ബട്ട് ഇറ്റ് ക്ലോസ്ഡ് എ ഫ്യൂ ഇയേഴ്സ് എഗോ. ദർ വാസ് എന്ന് പറഞ്ഞാലും ഏകദേശം ഇതേ അർത്ഥം തന്നെയാണ്. പാസ്റ്റ് സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ് ടു ബി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാസ് ഉപയോഗിക്കാം. മീനിങ്ങിലുള്ള ഡിഫറൻസ് വളരെ ചെറുതാണ്. എനിക്ക് എൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഐ ഹാവ് ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഐ ഹാവ് പ്ലെന്റി ഓഫ് പ്രോബ്ലംസ്. നമുക്ക് ധാരാളം, ഒത്തിരി ഈ അർത്ഥമെല്ലാം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ് ലോട്ട്സ് ഓഫ്, പ്ലെന്റി ഓഫ്. ലോട്ട്സ് പ്ലൂറൽ എക്സ്പ്രഷൻ ആണ്, അതല്ലെങ്കിൽ നമുക്ക് എ ലോട്ട് ഓഫ് എന്നും പറയാം. ഐ ഹാവ് പ്ലെന്റി ഓഫ് പ്രോബ്ലംസ്. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴോ ഐ ഹാവ് മൈ ഓൺ പ്രോബ്ലംസ്. ഐ ഹാവ് മൈ ഓൺ പ്രോബ്ലംസ്. എനിക്ക് എൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഇനി നമുക്ക് എനിക്ക് എൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് പ്ലെന്റി ഓഫ് മൈ ഓൺ പ്രോബ്ലംസ് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞാൽ പോരാ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വേർഡ് ഓർഡറിൽ ചെറിയ വ്യത്യാസം വരുത്താനുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാനായി നമ്മൾ ഉപയോഗിക്കുന്നത് ഐ ഹാവ് പ്ലെന്റി ഓഫ് പ്രോബ്ലംസ് ഓഫ് മൈ ഓൺ എന്നാണ്. ഐ ഹാവ് പ്ലെന്റി ഓഫ് മൈ ഓൺ പ്രോബ്ലംസ് അല്ല, പ്ലെന്റി ഓഫ് പ്രോബ്ലംസ് ഓഫ് മൈ ഓൺ. മഞ്ഞ് കാരണം എല്ലാ ഫ്ലൈറ്റ്സും ക്യാൻസൽ ചെയ്യപ്പെട്ടു. എല്ലാ ഫ്ലൈറ്റ്സും എന്നതിന് നമുക്ക് ഓൾ ഫ്ലൈറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എവരി ഫ്ലൈറ്റ് എന്ന് പറയാം. ഓളിന് ശേഷം ഉപയോഗിക്കുന്ന പ്ലൂരൽ നൗൺ ആണ്, എവരിക്ക് ശേഷം ഉപയോഗിക്കുന്ന സിംഗുലർ നൗൺ ആണ്. അത് ശ്രദ്ധിക്കണം. ഓൾ ഫ്ലൈറ്റ്സ് വെർ ക്യാൻസൽഡ് ഡ്യൂ ടു ഫോഗ്. മറ്റാരോ ആണ് ക്യാൻസൽ ചെയ്യുന്നത്. ഫ്ലൈറ്റുകളല്ല സ്വയം ക്യാൻസൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപയോഗിക്കുന്ന പാസീവ് വെർബാണ്. ഓൾ ഫ്ലൈറ്റ്സ് വെർ ക്യാൻസൽഡ് ഡ്യൂ ടു ഫോഗ്. മഞ്ഞ് കാരണം. ഇത് എവരി ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് വാസ് ആണ്, വേറല്ല. എവരി ഫ്ലൈറ്റ് വാസ് ക്യാൻസൽഡ് ഡ്യൂ ടു ഫോഗ്. ഓൾ ഫ്ലൈറ്റ്സിന് ശേഷം പ്ലൂരൽ വെർബ്, എവരി ഫ്ലൈറ്റിന് ശേഷം സിംഗുലർ വെർബ്. എന്താണ് സംഭവിച്ചതെന്ന് അവനോട് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ പേടിയാണ്, പേടിയായിരുന്നു, ധൈര്യമില്ല, ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് അഫ്രൈഡ്. ഐ എം അഫ്രൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. ഐ വാസ് അഫ്രൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, അല്ലെങ്കിൽ ധൈര്യമില്ലായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവനോട് പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല. ഐ വാസ് അഫ്രൈഡ്. ഇതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ വാസ് അഫ്രൈഡ് ടു ടെൽ ഹിം, അവനോട്. ആരോട് പറയണമെന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ടെൽ എന്ന വെർബ് ഉപയോഗിക്കുന്നത്. അല്ലാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ സേ ആണ് പറയുക. ആരോടാണ് പറയുന്നത് എന്ന് പറയുന്നില്ലെങ്കിൽ പിന്നെ ടെൽ ഉപയോഗിക്കരുത്, സേ വേണം ഉപയോഗിക്കാൻ. ഇവിടെ അവനോടാണ് പറയുന്നത്, അതായത് നമുക്ക് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ടെൽ ആണ്. ഐ വാസ് അഫ്രൈഡ് ടു ടെൽ ഹിം. എനിക്ക് അവനോട് പറയാൻ പേടിയായിരുന്നു. എന്ത്? സംഭവിച്ചത് എന്താണെന്ന്.
സംഭവിച്ചത് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ട് ഹാപ്പൻഡ് എന്നോ വാട്ട് ഹാഡ് ഹാപ്പൻഡ് എന്നോ പറയാം. പാസ്റ്റ് പെർഫെക്റ്റ് അവിടെ നിർബന്ധമൊന്നുമില്ല, സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചാലും മതി. ഐ വാസ് അഫ്രൈഡ് ടു ടെൽ ഹിം വാട്ട് ഹാപ്പൻഡ് അല്ലെങ്കിൽ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. ഈ സെന്റൻസ് ശ്രദ്ധിക്കുക. ഐ വാസ് അഫ്രൈഡ് എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു അല്ലെങ്കിൽ ധൈര്യമില്ലായിരുന്നു. അതിനുശേഷം അഫ്രൈഡിന് ശേഷം ഒരു ടു ഇൻഫിനിറ്റീവ് ആണ് വരുന്നത്. ഐ വാസ് അഫ്രൈഡ് ടു ടെൽ ഹിം, അവനോട് പറയാൻ എന്താണ് സംഭവിച്ചതെന്ന്. വാട്ട് ഹാപ്പൻഡ് അല്ലെങ്കിൽ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. ഇത് തന്നെ നമുക്ക് ഡെയർ എന്ന വെർബ് ഉപയോഗിച്ചും പറയാം. അത് മോഡേൺ ഇംഗ്ലീഷിൽ അത്ര കോമൺ അല്ല. പൊതുവെ ഇപ്പം നമ്മൾ അഫ്രൈഡ് ഉപയോഗിച്ചാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ നേരത്തെ ഡെയർ ഉപയോഗിച്ചത് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് പറയുക? I didn't dare to tell him what had happened. I didn't dare to tell him what had happened. Didn't dareന് ശേഷം ഉപയോഗിക്കുന്നതും ഒരു ടു ഇൻഫിനിറ്റീവ് തന്നെയാണ്. I didn't dare to tell him എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്രയും ഞങ്ങൾ ഭയന്നുപോയി. ഇതും നമുക്ക് അഫ്രൈഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു വേർബ്സും ഉണ്ട് ഇവിടെ. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്രയും ഞങ്ങൾ ഭയന്നുപോയി. ഇതുപോലത്തെ കാര്യങ്ങൾ പറയാൻ നമുക്ക് ടു എന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സോ ദാറ്റ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ടു ഒരു നെഗറ്റീവ് വാക്കാണ്. പൊതുവെ നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ടു ഒരു നെഗറ്റീവ് വേർഡ് ആയത് കാരണം തന്നെ പിന്നെ നമ്മൾ ആ ക്ലോസിൽ നോട്ട് അതുപോലത്തെ വാക്കുകൾ ഉപയോഗിക്കില്ല. ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്രയും ഞങ്ങൾ ഭയന്നുപോയി. ഞങ്ങൾ ഭയന്നുപോയി എന്നതിന് നമുക്ക് വി വർ ടു അഫ്രൈഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വി വർ ടു സ്കെയർഡ്, ടു ഫ്രൈറ്റൻഡ്, ടു ടെറിഫൈഡ്. ഇതെല്ലാം നമുക്ക് പറയാം. വി വർ ടു സ്കെയർഡ് ടു ഈവൻ മൂവ്. വി വർ ടു ഫ്രൈറ്റൻഡ് ടു ഈവൻ മൂവ്. ഈ സെന്റൻസസിൽ പിന്നെ നമ്മൾ വേറെ ഒരു നോട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇതിനർത്ഥം ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്ര ഞങ്ങൾ ഭയന്നുപോയി എന്നാണ്. ഈവൻ മൂവ് എന്ന് പറയുമ്പോൾ അനങ്ങാൻ പോലും. ഈവൻ നമ്മൾ ഏത് വാക്കിനെ മോഡിഫൈ ചെയ്യാനാണോ ഉപയോഗിക്കേണ്ടത് അതിന് മുന്നിലായാണ് ഉപയോഗിക്കുന്നത്. ടു ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രക്ചർ. ഇത് തന്നെ നമുക്ക് സോ ദാറ്റ് ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ടു ഉപയോഗിച്ച സ്ഥലത്താണ് സോ ഉപയോഗിക്കുന്നത്. പക്ഷെ സെന്റൻസസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. We were so scared that we couldn't even move. We were so scared that we couldn't even move. ആദ്യത്തെ ക്ലോസിൽ ടുവിന് പകരം സോ ഉപയോഗിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതിനുശേഷം ഒരു ദാറ്റ് ക്ലോസ് ആണ് വരുന്നത്. ആ ദാറ്റ് ക്ലോസിൽ നമ്മൾ നോട്ട് കൂടി ഉപയോഗിക്കുന്നുണ്ട്. We were so scared that we couldn't even move. അനങ്ങാൻ പോലും കഴിയാത്ത അത്ര ഞങ്ങൾ ഭയന്നുപോയി. രണ്ട് സെന്റൻസിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ ഡിഫറെന്റ് ആണ് എന്ന് ശ്രദ്ധിക്കണം. ടുവിന് പകരം നമുക്ക് സോ ഉപയോഗിക്കാം, പക്ഷെ രണ്ടാമത്തെ ടുവിന് പകരം ദാറ്റ് ഉപയോഗിച്ചാൽ പോരാ. നമുക്ക് ദാറ്റിന് ശേഷം ഒരു ക്ലോസ് തന്നെ വേണം. വി വർ സോ സ്കെയർഡ് ദാറ്റ് വി കുഡിന്റ് ഈവൻ മൂവ്. ഇവിടുത്തെ ആദ്യത്തെ ക്ലോസ് വി വർ സോ സ്കെയർഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദാറ്റ് ക്ലോസിൽ ഉപയോഗിക്കുന്നതും പാസ്റ്റ് ടെൻസ് തന്നെയാണ്. വി വർ സോ സ്കെയർഡ് ദാറ്റ് വി കുഡിന്റ് ഈവൻ മൂവ്, അല്ലെങ്കിൽ വി വർ സോ ഫ്രൈറ്റൻഡ് ദാറ്റ് വി കുഡിന്റ് ഈവൻ മൂവ്. ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും ക്ഷീണിതനായിരുന്നു അയാൾ. അത്ര ക്ഷീണിതനായിരുന്നു അയാൾ. ഹി വാസ് ടു വീക്ക് അല്ലെങ്കിൽ ടു ടയേർഡ്. നെഗറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ടു ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കില്ല. ഹി വാസ് ടു വീക്ക്. എന്തിന്? നിൽക്കാൻ പോലും കഴിയാത്ത അത്രയും ക്ഷീണമായിരുന്നു. ഹി വാസ് ടു വീക്ക് ടു ഈവൻ സ്റ്റാൻഡപ്പ്. ഹി വാസ് ടു വീക്ക് ടു ഈവൻ സ്റ്റാൻഡപ്പ്. ഈവൻ സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ നിൽക്കാൻ പോലും. ഈ സെന്റൻസിനകത്ത് നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നില്ല. ടു തന്നെ ഒരു നെഗറ്റീവ് വാക്കാണ്. പിന്നെ അവിടെ മറ്റൊരു നോട്ടിന്റെ ആവശ്യമില്ല. ഇത് നമുക്ക് സോ ദാറ്റ് ഉപയോഗിച്ച് പറയുമ്പോഴോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടുക. ഹി വാസ് സോ ടയേർഡ് ദാറ്റ് ഹി കുഡിന്റ് ഈവൻ സ്റ്റാൻഡപ്പ്. ഹി വാസ് സോ വീക്ക് ദാറ്റ് ഹി കുഡിന്റ് ഈവൻ സ്റ്റാൻഡപ്പ്. ദാറ്റിന് ശേഷം നമ്മളൊരു നെഗറ്റീവ് വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ട് ക്ലോസും സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെയാണ്. സോ ദാറ്റ് ഉപയോഗിച്ച് ഈ കാര്യം പറയുമ്പോൾ ദാറ്റ് ക്ലോസിൽ ഒരു നെഗറ്റീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. ടു ഉപയോഗിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് നോട്ട് ആൻഡ് നെവർ അതുപോലത്തെ വാക്കുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ടു തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ അതിനകത്ത് മറ്റൊരു നെഗറ്റീവ് വാക്കിന്റെ ആവശ്യമില്ല. തിരിച്ചു വരരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളല്ല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വേണ്ടത് ഒരു പാസീവ് വെർബാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മളോട് മറ്റാരോ എന്തോ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു എന്നെങ്ങനെ പറയും? വി വേർ ടോൾഡ്. ഇത് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ അവർ നമ്മളോട് പറഞ്ഞു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ദേ ടോൾഡ് അസ് ആണ്. ദേ ടോൾഡ് അസ്. അവർ ഞങ്ങളോട് പറഞ്ഞു. ഇനി ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ആ അസ് എന്ന ഒബ്ജക്ട് പ്രൊനൗണിന് പകരം നമ്മൾ വി എന്ന സബ്ജക്ട് പ്രൊനൗൺ ഉപയോഗിക്കും. വി വേർ ടോൾഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പാസീവ് വെർബ് നമ്മൾ ഉണ്ടാക്കുന്നത് വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം വി3 ഉപയോഗിച്ചാണ്.
ഇപ്പൊ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ വി വർ ടോൾഡ്. എന്താ പറഞ്ഞത്? തിരിച്ചു വരരുതെന്ന്. ടെൽ എന്ന വെർബിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. ing ഫോം നമ്മൾ യൂസ് ചെയ്യില്ല. വി വർ ടോൾഡ് തിരിച്ചു വരരുതെന്നാണ് പറയുന്നത്. തിരിച്ചു വരാൻ പറഞ്ഞുവെങ്കിൽ വി വർ ടോൾഡ് ടു കം ബാക്ക്. തിരിച്ചു വരരുതെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴോ വി വർ ടോൾഡ് നോട്ട് ടു കം ബാക്ക്. ആ നോട്ട് ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റീവിന് മുന്നിലാണ്. ടു നോട്ട് കം അല്ല, നോട്ട് ടു കം. അതങ്ങനെ തന്നെ വേണം പറയാൻ. വി വർ ടോൾഡ് നോട്ട് ടു കം ബാക്ക്. തിരിച്ചു വരരുതെന്ന് ഞങ്ങളോട് പറഞ്ഞു. ആക്റ്റീവ് വോയിസിൽ പറയുകയാണെങ്കിൽ ആരാണ് പറഞ്ഞതെന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് അവർ പറഞ്ഞു എന്ന രീതിയിൽ ഇത് പറയണമെങ്കിൽ ദേ ടോൾഡ് us നോട്ട് ടു കം ബാക്ക്. ആ സെന്റൻസിന്റെ അർത്ഥം തിരിച്ചു വരരുതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു എന്നാണ്. അവർ പറഞ്ഞു എന്ന് പറയാതെ ഞങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ വി വർ ടോൾഡ് നോട്ട് ടു കം ബാക്ക്. നോട്ട് ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റീവിന് മുന്നിലാണ്, അതിന് ഇടയിലല്ല. എന്നോട് പുറത്ത് കാത്തു നിൽക്കാൻ പറഞ്ഞു. ഇവിടെയും ആരാണ് പറഞ്ഞതെന്ന് പറയുന്നില്ല. അവരാണെങ്കിൽ ദേ ടോൾഡ് മീ. അവർ എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പുറത്ത് കാത്തു നിൽക്കാൻ. ടു വെയിറ്റ് ഔട്ട്സൈഡ്. ടു ഇൻഫിനിറ്റീവ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദേ ടോൾഡ് മീ ടു വെയിറ്റ് ഔട്ട്സൈഡ്. അവർ പറഞ്ഞു എന്ന് പറയാതെ എന്നോട് പറഞ്ഞു എന്ന് മാത്രമാണ് പറയേണ്ടതെങ്കിൽ നമുക്ക് പറയേണ്ടത് ഐ വാസ് ടോൾഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ് ആണ്. ഐ വാസ് ടോൾഡ് ടു വെയിറ്റ് ഔട്ട്സൈഡ്. ദേ ടോൾഡ് മീ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഐ വാസ് ടോൾഡ്. എന്നെ ആ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്, പക്ഷെ പോവണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാനല്ല ക്ഷണിച്ചത്, എന്നെ ക്ഷണിക്കുകയാണ് ചെയ്തത്. അതായത് ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ സബ്ജക്റ്റായി സെന്റൻസ് നമ്മൾ പറയുമ്പോൾ, അതായത് ഐ സബ്ജക്റ്റായി സെന്റൻസ് നമ്മൾ പറയുമ്പോൾ ഉപയോഗിക്കേണ്ടത് പാസീവ് വെർബാണ്, ആക്റ്റീവ് വെർബ് അല്ല. ആക്റ്റീവ് വെർബ് നമ്മൾ ഉപയോഗിക്കുക സബ്ജക്റ്റ് ആണ് ആ സെന്റൻസിനകത്ത് പറയുന്ന ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ്. ഇവിടെ എന്നെ ക്ഷണിക്കുകയാണ് ചെയ്തത്, ഞാനൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു പാസീവ് വെർബാണ്. എന്നെ ആ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസീവ് ഫോം ഹാവ് ബീൻ പ്ലസ് V3 ആണ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് ഹാവ്. സബ്ജക്റ്റ് ഹിയോ ഷിയോ ആണെങ്കിൽ ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്നെ ആ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ദാറ്റ് പാർട്ടി. അവരെന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ദേ ഹാവ് ഇൻവൈറ്റഡ് മീ. എന്നെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുമ്പോൾ ഐ ഹാവ് ബീൻ ഇൻവൈറ്റഡ്. ആ പാർട്ടിക്ക്, ടു ദാറ്റ് പാർട്ടി. പക്ഷെ പോണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കൺജങ്ഷനാണ്, ഒരു ടു വേർഡ് കൺജങ്ഷനാണ് വെദർ ഓർ. പക്ഷെ പോവണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ബട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഐ ഹാവിൻ ഡിസൈഡഡ്. ഇവിടെയും ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് തന്നെയാണ്. തീരുമാനിച്ചിട്ടുണ്ട്, തീരുമാനിച്ചിട്ടില്ല എന്നെല്ലാം പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. ബട്ട് ഐ ഹാവിൻ ഡിസൈഡഡ്. എന്താ തീരുമാനിച്ചിട്ടില്ലാത്തത്? പോവണോ വേണ്ടയോ എന്ന്. വെദർ ടു ഗോ ഓർ നോട്ട്. ഐ ഹാവ് ബീൻ ഇൻവൈറ്റഡ് ടു ദാറ്റ് പാർട്ടി, അല്ലെങ്കിൽ ദെയർ പാർട്ടി, അവരുടെ പാർട്ടിക്ക്. ബട്ട് ഐ ഹാവിൻ ഡിസൈഡഡ് വെദർ ടു ഗോ ഓർ നോട്ട്. വെദർ ടു ഗോ ഓർ നോട്ട് എന്ന് പറയുമ്പോൾ അതിനർത്ഥം പോവണോ വേണ്ടയോ എന്നാണ്. വെദർ ഓർ രണ്ട് വാക്ക് ചേർന്ന ഒരു കൺജങ്ഷനാണ്. അത് ഇതുപോലത്തെ ചോയ്സസിനെ കുറിച്ച് പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. ഐ ഹാവിൻ ഡിസൈഡഡ് വെദർ ടു ഗോ ഓർ നോട്ട്. പോവണോ പോണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കണ്ണട വെക്കുമ്പോൾ അവന് പ്രായം കൂടുതൽ തോന്നുന്നു. പ്രായം കൂടുതൽ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഹി ലുക്സ് ഓൾഡർ. കാഴ്ചയിൽ എന്ത് തോന്നുന്നു എന്ന് പറയാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ലുക്ക്. ഹി ലുക്സ് ടയർഡ് എന്ന് പറയുമ്പോൾ അവന് കാണുമ്പോൾ ക്ഷീണം തോന്നുന്നു. ഷീ ലുക്സ് ഹാപ്പി എന്ന് പറയുമ്പോൾ അവൾ കാഴ്ചയിൽ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അതുപോലെ പ്രായം കൂടുതലുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയാൻ നമുക്ക് ഹി ലുക്സ് ഓൾഡർ എന്ന് പറയാം. എപ്പോൾ? കണ്ണട വെക്കുമ്പോൾ. when he wears glasses. he looks older when he wears glasses. പാർട്ടിക്ക് ക്ഷണിക്കപ്പെട്ട പകുതി ആളുകളും വന്നില്ല. പകുതി ആളുകൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ദ പീപ്പിൾ. പാർട്ടിക്ക് ക്ഷണിക്കപ്പെട്ടവർ. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. റിലേറ്റീവ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. ഹാഫ് ഓഫ് ദ പീപ്പിൾ ഹൂ were invited to the party. അവർ വന്നില്ല, didn't come. half of the people who were invited to the party didn't come അല്ലെങ്കിൽ didn't turn up. come എന്ന മീനിങ്ങിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വെർബാണ് turn up. who were invited to the party എന്ന് പറയുമ്പോൾ ക്ഷണിക്കപ്പെട്ടവർ. അതിൽ പകുതി പേരും, half of the people who were invited to the party didn't turn up. നമുക്കിത് ഈ റിലേറ്റീവ് ക്ലോസ് ഇല്ലാതെ അതിനെ റെഡ്യൂസ് ചെയ്ത് നമുക്കിത് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടാം. half of the people invited to the party didn't turn up. നമ്മൾ ആ who were ഒമിറ്റ് ചെയ്തു. അതിന് പകരം ഇൻവൈറ്റഡ് എന്ന V3 മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഹാഫ് ഓഫ് ദ പീപ്പിൾ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. പീപ്പിൾ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ. പീപ്പിൾ സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന ആളുകൾ. സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾ. ഇവിടെ നമ്മൾ
ING അല്ല ഉപയോഗിച്ചത്, V3 ആണ് ഉപയോഗിക്കുന്നത്. പീപ്പിൾ ഇൻവൈറ്റഡ് എന്നാണ് പറയുന്നത്. കാരണം പാസീവ് വെർബാണ് നമുക്ക് വേണ്ടത്. ക്ഷണിക്കുന്ന ആളുകളല്ല, ക്ഷണിക്കപ്പെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് പാസീവ് ഫോം ഉപയോഗിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടികളാണ് പങ്കെടുക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പറയാ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ പ്രോഗ്രാം എന്നാണ്. പാർട്ടിസിപ്പേറ്റഡ് അല്ല, അവിടെ കുട്ടികളാണ് ആക്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. ഇവിടെ ഈ ആളുകൾ ക്ഷണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അവരൊന്നും ക്ഷണിക്കുന്നില്ല, അവരെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് പീപ്പിൾ ഇൻവൈറ്റിംഗ് അല്ല, പീപ്പിൾ ഇൻവൈറ്റഡ് ആണ്. പീപ്പിൾ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ക്ഷണിക്കപ്പെട്ട ആളുകൾ. അതിൽ പകുതി പേരും, ഹാഫ് ഓഫ് ദ പീപ്പിൾ ഇൻവൈറ്റഡ് ടു ദ പാർട്ടി, അവർ വന്നില്ല. ഡിഡിൻ കം അല്ലെങ്കിൽ ഡിഡിൻ ടേൺ അപ്പ്. ഹൂ വർ ഇൻവൈറ്റഡ് എന്ന റിലേറ്റീവ് ക്ലോസിന് പകരമായാണ് നമ്മളിവിടെ ഇൻവൈറ്റഡ് എന്ന V3 മാത്രം ഉപയോഗിക്കുന്നത്. ഡോർബെൽ അടിച്ചത് ഞാൻ കേട്ടില്ല. ഈ സെന്റൻസ് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ ഡോർബെൽ ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. പക്ഷേ ഇംഗ്ലീഷിൽ ഇത് ഡോർബെൽ ഉപയോഗിച്ചല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാണ്? ഡോർബെൽ അടിച്ചത് എന്നതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല, അതിന് മെയിൻ ക്ലോസ് ആവാൻ സാധിക്കില്ല. ഞാൻ കേട്ടില്ല, അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആണ്. ഐ ഡിഡിൻ ഹിയർ. ഞാൻ കേട്ടു എന്ന് പറയുമ്പോൾ ഐ ഹേർഡ്, അതിന്റെ നെഗറ്റീവ് ആണ് ഐ ഡിഡിൻ ഹിയർ. ഐ ഹേർഡ് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഡിഡിൻ ഹിയർ, എന്താ കേൾക്കാതിരുന്നത്? ഡോർബെൽ, അതാണ് ഒബ്ജക്റ്റ്. ഐ ഡിഡിൻ ഹിയർ ദ ഡോർബെൽ, അതിനർത്ഥം ഡോർബെൽ ഞാൻ കേട്ടില്ല എന്നാണ്. ഇനി ഡോർബെൽ അടിക്കുന്നത് കേട്ടില്ല എന്ന് പറയണമെന്ന് കരുതുക. അതിന് നമുക്കൊരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉപയോഗിക്കാം. സീ, ഹിയർ, ലുക്ക്, നോട്ടീസ്, വാച്ച്, ടേസ്റ്റ്, സ്മെൽ, ഫീൽ. നമ്മുടെ സെൻസ് ഓർഗൻസ്, അതായത് കണ്ണ്, ചെവി, മൂക്ക്, ത്വക്ക്, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന വേർബ്സ്. അതാണ് സീ, ഹിയർ, ലുക്ക്, നോട്ടീസ്, ടേസ്റ്റ്, അതുപോലുള്ളവ. ഇത്തരം വേർബ്സിന് ശേഷം നമുക്ക് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ഉപയോഗിക്കാം, പിന്നെ ഒരു ING ഫോം ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കണം, ഇപ്പം ഞാൻ ഈ പറഞ്ഞ വേർബ്സിന് ശേഷം മാത്രമാണ് ഈ സ്ട്രക്ചർ പോസിബിൾ ആയിട്ടുള്ളത്. മറ്റ് വേർബ്സിന് ശേഷം ഇത് ഉപയോഗിക്കരുത്. ഇപ്പൊ ഡോർബെൽ അടിച്ചത് ഞാൻ കേട്ടില്ല, ഐ ഡിഡിൻ ഹിയർ ദ ഡോർബെൽ. ഇനി അത് അടിച്ചത് എന്ന് പറയാൻ നമുക്ക് അവിടെ ING ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ ഡിഡിൻ ഹിയർ ദ ഡോർബെൽ റിംഗിങ് അല്ലെങ്കിൽ റിങ്. ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. നമ്മളത് മുഴുവനായിട്ട് ആ പ്രവൃത്തി കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ആ ഇൻഫിനിറ്റീവിന്റെ കൂടെ ടു ഇല്ല എന്നും കൂടി ശ്രദ്ധിക്കണം. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിൽ വരുന്ന ഒരു ഐഡിയ ടു കം, ടു ബ്രേക്ക്, ടു സിങ്, അതുപോലത്തെ എക്സ്പ്രഷൻസ് ആണ്. ആക്ച്വലി ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. അതിന്റെ കൂടെ ടു നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടു ഇൻഫിനിറ്റീവ്. ആ ടു അവിടെ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഫിനിറ്റീവ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവും എന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത്. ആക്ച്വലി ടു ഇല്ലാതെ കിട്ടുന്നതാണ് ഇൻഫിനിറ്റീവ്. ഐ ഡിഡിൻ ഹിയർ ദ ഡോർബെൽ റിംഗ് അല്ലെങ്കിൽ ഐ ഡിഡിൻ ഹിയർ ദ ഡോർബെൽ റിംഗിങ്. ING ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ പ്രവൃത്തി മുഴുവൻ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ കുറച്ച് എന്തോ ഭാഗം നമ്മൾ കാണുന്നു, കേൾക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു, അതെല്ലാമാണ് അതിനർത്ഥം. ഇതിൽ ഏത് അർത്ഥം വേണം എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ING ഉപയോഗിക്കാം. സീ, ഹിയർ പോലുള്ള വേർബ്സിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ് ടു ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. ING ഫോം നമുക്ക് മറ്റു വേർബ്സിന് ശേഷം ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഉപയോഗിക്കാൻ സാധിക്കും. എൻ്റെ കാലിന് മുകളിലേക്ക് എന്തോ ഇഴഞ്ഞു കയറുന്നതായി എനിക്ക് തോന്നി. ഇവിടുത്തെ മെയിൻ ക്ലോസ് ഏതാ? എനിക്ക് തോന്നി. എൻ്റെ കാലിന് മുകളിലേക്ക് എന്തോ ഇഴഞ്ഞു കയറുന്നതായി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് അല്ല. ഇവിടെ മീനിങ് കംപ്ലീറ്റ് ആയ എക്സ്പ്രഷൻ എനിക്ക് തോന്നി എന്നത് മാത്രമാണ്. അതുകൊണ്ട് അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെന്റൻസ് തുടങ്ങുന്നത്. എനിക്ക് തോന്നി, ഐ ഫെൽറ്റ് അല്ലെങ്കിൽ ഐ കുഡ് ഫീൽ. രണ്ട് രീതിയിലും നമുക്ക് പറയാം. എന്താ തോന്നിയത്? കാലിന് മുകളിലേക്ക് എന്തോ ഇഴഞ്ഞു കയറുന്നതായി തോന്നി. ഇഴയുക എന്നതിന് നമുക്ക് ക്രോൾ എന്ന വെർബ് ഉപയോഗിക്കാം. ഇഴഞ്ഞു കയറുക എന്ന് പറയുമ്പോൾ മുകളിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രോൾ അപ്പ് എന്ന് പറയാം. കാലിന് മുകളിലേക്ക് എന്തോ, സംതിങ്. നമുക്കിത് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. ഫീൽ എന്ന വെർബിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കിട്ടാം. ഐ ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് ക്രോളിംഗ് അപ്പ് മൈ ലെഗ്. കാലിന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ അപ്പ് മൈ ലെഗ്. ഐ ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് ക്രോളിംഗ് അപ്പ് മൈ ലെഗ്. എൻ്റെ കാലിന് മുകളിലേക്ക് എന്തോ ഇഴഞ്ഞ് കയറുന്നതായി എനിക്ക് തോന്നി. ദാറ്റ് ക്ലോസ് ആണ് നമ്മളിവിടെ ഫെൽറ്റിന് ശേഷം ഉപയോഗിച്ചത്. ഐ ഫെൽറ്റ് ദാറ്റ് സംതിങ് വാസ് ക്രോളിംഗ് അപ്പ് മൈ ലെഗ്. ഇത് തന്നെ നമുക്ക് ഫീൽ എന്ന വെർബിന് ശേഷം നമുക്കൊരു പ്രൊനൗൺ ഉപയോഗിക്കാം അല്ലെങ്കിൽ നൗൺ ഉപയോഗിക്കാം. പിന്നെ ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ചെയ്യുന്ന ആക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ING ഫോമോ ഒരു ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവോ ഉപയോഗിക്കാം. കഴിഞ്ഞ സെന്റൻസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം. ഐ കുഡ് ഫീൽ സംതിങ് ക്രോൾ അപ്പ് മൈ ലെഗ്. ഐ കുഡ് ഫീൽ അല്ലെങ്കിൽ ഐ ഫെൽറ്റ്
സംതിങ് ക്രോൾ അപ്പ് മൈ ലെഗ്. ഇവിടെ നമുക്ക് ക്രോൾ എന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവിന് പകരം ക്രോളിംഗ് എന്ന ing ഫോം ഉപയോഗിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് ഈ കാര്യം പറയാം. ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ഈ സ്ട്രക്ചർ ഉപയോഗിക്കാം. ഐ കുഡ് ഫീൽ സംതിങ് ക്രോൾ അപ്പ് മൈ ലെഗ്. ഐ കുഡ് ഫീൽ സംബഡി ടച്ച് മീ ഓൺ മൈ ഷോൾഡർ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു എക്സാമ്പിളാണ്. എൻ്റെ ചുമലിൽ ആരോ സ്പർശിച്ചതുപോലെ എനിക്ക് തോന്നി. അതേ സ്ട്രക്ചറാണ് നമ്മളിവിടെയും ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ കുഡ് ഫീൽ സംതിങ് ക്രോളിംഗ് അപ്പ് മൈ ലെഗ്. ക്രോൾ അപ്പ് എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞ് കയറുക, ക്രോൾ ഡൗൺ എന്ന് പറയുമ്പോൾ ഇഴഞ്ഞ് ഇറങ്ങുക. ആരെങ്കിലും പുറത്തു പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? നമുക്കതിന് നോട്ടീസ് എന്ന വെർബ് ഉപയോഗിക്കാം. സി എന്ന് പറഞ്ഞാൽ തെറ്റല്ല. ഡിഡ് യു നോട്ടീസ്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറയുമ്പോൾ ഐ നോട്ടീസ്ഡ്. അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഡിഡ് യു നോട്ടീസ്. എന്താണ് ശ്രദ്ധയിൽപ്പെട്ടോ എന്ന് ചോദിക്കുന്നത്? ആരെങ്കിലും പുറത്തു പോകുന്നത്. ആരെങ്കിലും, എനിബഡി. ക്വസ്റ്റ്യൻ അല്ലേ, അപ്പം നമ്മൾ സംബഡി അല്ല യൂസ് ചെയ്യുന്നത്, എനിബഡിയാണ് ഉപയോഗിക്കുന്നത്. ഡിഡ് യു നോട്ടീസ് എനിബഡി ഗോയിങ് ഔട്ട് അല്ലെങ്കിൽ ഗോ ഔട്ട്? ഡിഡ് യു നോട്ടീസ് എനിബഡി ഗോയിങ് ഔട്ട് അല്ലെങ്കിൽ ഗോ ഔട്ട്? ടു ഗോ അല്ല, നോട്ടീസ്, സീ, വാച്ച്, ലുക്ക് ഈ വെർബ്സിനെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഡിഡ് യു നോട്ടീസ് എനിബഡി ഗോയിങ് ഔട്ട്? ആരെങ്കിലും പുറത്തു പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഡിഡ് യു നോട്ടീസ് എനിബഡി കമ്മിങ് ഇൻ? ആരെങ്കിലും അകത്തേക്ക് വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? ഗോയിങ് എന്ന ing ഫോമിന് പകരം നമുക്ക് ഗോ എന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവും ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. എന്തിനാണ് നീ ഈ വാതിൽ തുറന്നിടുന്നത്? എന്തിനാണ് വാതിൽ തുറക്കുന്നത് എന്നല്ല ചോദിക്കുന്നത്, എന്തിനാണ് വാതിൽ തുറന്നിടുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാതിൽ തുറന്നിടുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ലീവ് ദ ഡോർ ഓപ്പൺ. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. എന്തിനാണ് നീ ഈ വാതിൽ തുറന്നിടുന്നത്? ഇത് പതിവായിട്ടൊരു പക്ഷേ വ്യക്തി ചെയ്യുന്ന കാര്യമായിരിക്കാം. പതിവായി വാതിൽ തുറന്നിടുന്ന സ്വഭാവമുള്ള ആളായിരിക്കാം. ആ ഒരു മീനിങ്ങിൽ നമുക്കിത് ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. വൈ ഡു യു ലീവ് ദ ഡോർ ഓപ്പൺ? വൈ ഡു യു ലീവ് ദ ഡോർ ഓപ്പൺ? നീ എന്തിനാണ് വാതിൽ ഇങ്ങനെ തുറന്നിടുന്നത്? ആർക്കും അകത്ത് വരാൻ കഴിയും. വാതിൽ എപ്പോഴും തുറന്നിട്ടാൽ ആർക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. എനിബഡി ക്യാൻ കം ഇൻ. വാതിൽ തുറന്നിടുക എന്നതിന് ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ലീവ് ദ ഡോർ ഓപ്പൺ. നമ്മൾ ഈ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞത്. വൈ ആർ യു ലീവിങ് അല്ല, വൈ ഡു യു ലീവ് ദ ഡോർ ഓപ്പൺ? എന്തിനാണ് വാതിൽ തുറന്നിടുന്നത്? എന്തിനാണ് നീ വാതിൽ തുറക്കുന്നത്? ഇപ്പം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ചാണ് ചോദ്യം. ഇപ്പം ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ല. വൈ ആർ യു ഓപ്പണിംഗ് ദ ഡോർ? വൈ ഡു യു ഓപ്പൺ ദ ഡോർ അല്ല. വൈ ഡു യു ഓപ്പൺ ദ ഡോർ എന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതിനർത്ഥം എന്തുകൊണ്ടാണ് നീ വാതിൽ തുറക്കാറ് എന്ന അർത്ഥമാണ് അതിന് വരുന്നത്. എന്തിനാണ് ഇപ്പോൾ വാതിൽ തുറക്കുന്നത് എന്നാണ് നമുക്ക് ചോദിക്കേണ്ടത്. അതിന് ഉപയോഗിക്കുന്നത് വൈ ഡു യു ഓപ്പൺ ദ ഡോർ അല്ല, വൈ ആർ യു ഓപ്പണിംഗ് ദ ഡോർ. എന്തിനാണ് നീ വാതിൽ തുറക്കുന്നത്? ഇനി എന്തിനാണ് നീ വാതിൽ തുറന്നത് എന്ന് ചോദിക്കണമെങ്കിലോ അത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ്. വൈ ഡിഡ് യു ഓപ്പൺ ദ ഡോർ? വൈ ഡിഡ് യു ഓപ്പൺ ദ ഡോർ? വൈ ആർ യു ഓപ്പണിംഗ് ദ ഡോർ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് വാതിൽ തുറക്കുന്നത്? വൈ ഡു യു ഓപ്പൺ ദ ഡോർ അല്ല, വൈ ആർ യു ഓപ്പണിംഗ് ദ ഡോർ. വൈ ഡിഡ് യു ഓപ്പൺ ദ ഡോർ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് വാതിൽ തുറന്നത്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവളെ അറിയിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. നിർബന്ധം പിടിച്ചു. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ്. ഒരു കാര്യം ഒരാൾ ശഠിച്ചു, ശാഠ്യം പിടിച്ചു, നിർബന്ധം പിടിച്ചു. ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു വെർബാണ് ഇൻസിസ്റ്റ്. ഇത് പഠിച്ചു വെക്കാം. നമുക്ക് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വെർബാണിത്. ഇൻസിസ്റ്റിന് ശേഷം നമുക്ക് രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ഉപയോഗിക്കാൻ കഴിയുക. ഒന്ന് ദാറ്റ് ക്ലോസ്, മറ്റത് ing ഫോം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവളെ അറിയിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. അവൾ നിർബന്ധിച്ചു, അതാണ് ഇവിടുത്തെ മെയിൻ ക്ലോസ്. നമ്മൾ അത് ഉപയോഗിച്ചാണ് ഈ സെന്റൻസ് തുടങ്ങുന്നത്. ഷീ ഇൻസിസ്റ്റഡ്. എന്താ നിർബന്ധിച്ചത്? അവളെ അറിയിക്കണം. അവൾ അറിയിക്കണം എന്നല്ല, അവളെ അറിയിക്കണം എന്നാണ്. അവളെ അറിയിക്കണം എന്ന് എങ്ങനെയാണ് പറയുന്നത്? പാസീവ് വോയിസ് ആണ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഷീ ഷുഡ് ബി ഇൻഫോംഡ്. വി ഷുഡ് ഇൻഫോം ഹർ. നമ്മൾ അവളെ അറിയിക്കണം. വി ഷുഡ് ഇൻഫോം ഹർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഷീ ഷുഡ് ബി ഇൻഫോംഡ്. ഷുഡ് ഇൻഫോം എന്നതിൻ്റെ പാസീവ് ഫോം ഷുഡ് ബി ഇൻഫോംഡ് ആണ്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി ഇൻഫോംഡ്. എന്തിനെക്കുറിച്ച്? എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച്. ഷീ ഷുഡ് ബി ഇൻഫോംഡ് ഓഫ് എനി പ്രോബ്ലംസ്. ഇൻഫോംഡിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓഫ് ആണ്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി ഇൻഫോംഡ് ഓഫ് എനി പ്രോബ്ലംസ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവളെ അറിയിക്കണം എന്ന് അവൾ നിർബന്ധം പിടിച്ചു. ഇൻസിസ്റ്റിന് ശേഷം നമ്മളിവിടെ ഉപയോഗിച്ചത് ദാറ്റ് ക്ലോസ് ആണ്. പൊതുവേ ഇങ്ങനെയുള്ള ദാറ്റ് ക്ലോസസിൽ സജസ്റ്റിന് ശേഷം, റെക്കമെൻഡിന് ശേഷം, ഇൻസിസ്റ്റിന് ശേഷം
എല്ലാം വരുന്ന ദാറ്റ് ക്ലോസസിൽ നമ്മൾ പൊതുവെ ഷുഡ് ഉപയോഗിക്കും. നമുക്ക് വേണമെങ്കിൽ ഈ ഷുഡ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മളിത് ഷുഡ് ഉപയോഗിച്ച് തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ പറയുക. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഷുഡ് ഇല്ലാതെയാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഷുഡ് മാത്രമേ റിമൂവ് ചെയ്യാവൂ. ആ സെൻറ്റൻസിനകത്ത് മറ്റ് ചേഞ്ചസ് ഒന്നും വരുത്തരുത്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ബി ഇൻഫോംഡ് ഓഫ് എനി പ്രോബ്ലംസ്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ബി ഇൻഫോംഡ്. ഷുഡ് ബിക്ക് പകരം നമ്മൾ ബി ഉപയോഗിച്ചു. മറ്റ് ചേഞ്ചസ് ഒന്നും ആ സെൻറ്റൻസിൽ വരുത്തരുത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ശരിയല്ല എന്ന് തോന്നിയേക്കാം. അങ്ങനെ തോന്നുന്നവർ തീർച്ചയായും ഷുഡ് ഉപയോഗിച്ച് തന്നെ ഈ സെൻറ്റൻസ് പറയാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി ഇൻഫോംഡ് അല്ലെങ്കിൽ ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ബി ഇൻഫോംഡ്. ഷുഡ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഷുഡ് റിമൂവ് ചെയ്യാതെയാണ് നമ്മളിത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഷുഡ് റിമൂവ് ചെയ്താണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. അവൾക്ക് പണം അപ്പോൾ തന്നെ നൽകണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. അവൾ നിർബന്ധം പിടിച്ചു. ഈ സെൻറ്റൻസ് നമ്മൾ ഷീ ഇൻസിസ്റ്റഡ് ഉപയോഗിച്ച് തന്നെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ്. അവൾക്ക് പണം നൽകണമെന്ന് പറയുമ്പോൾ മറ്റാരോ ആണ് നൽകേണ്ടത്. അത് നമ്മളായിരിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. ആര് നൽകണമെന്ന് പറയുന്നില്ല. ആരാണ് ആക്ഷൻ ചെയ്യുന്നത് എന്ന് പറയാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പാസീവ് വോയിസ് ഉപയോഗിക്കാൻ സാധിക്കും. ആക്റ്റീവ് വോയിസിൽ ഇത് പറയണമെങ്കിൽ നമ്മളവിടെ വി എന്നോ ദേ എന്നോ അതുപോലത്തെ ഏതെങ്കിലും ഒരു പ്രൊനൗൺ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പം നമുക്കിത് അങ്ങനെ പറഞ്ഞു നോക്കാം. അവൾക്ക് പണം അവർ അപ്പോൾ തന്നെ നൽകണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് പേ ഹർ അറ്റ് വൺസ്. അപ്പോൾ തന്നെ, ആ സമയത്ത് തന്നെ എന്നത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് അറ്റ് വൺസ്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ദേ ഷുഡ് പേ ഹർ അറ്റ് വൺസ്. അപ്പോൾ തന്നെ അവർ അവൾക്ക് പണം നൽകണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു. ആ അവരൊന്നും നമ്മുടെ സെൻറ്റൻസിലില്ല. അപ്പോൾ നമുക്കിത് ശരിക്കും പറയേണ്ടത് പാസീവ് വോയിസിലാണ്. ആക്റ്റീവ് വോയിസിലുള്ള ദേ ഷുഡ് പേ ഹർ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഷീ ഷുഡ് ബി പെയ്ഡായി മാറും. ഹെറിന് പകരം നമ്മൾ ഷീ ഉപയോഗിക്കും. ഷുഡ് പേ ഷുഡ് ബി പെയ്ഡായി മാറും. പിന്നെ ബൈ ദം എന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല, പറയണ്ട. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി പെയ്ഡ് അറ്റ് വൺസ്. അവൾക്ക് അപ്പം തന്നെ പൈസ കിട്ടണമെന്ന് അവൾ നിർബന്ധം പിടിച്ചു, ശഠിച്ചു. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി പെയ്ഡ് അറ്റ് വൺസ് അല്ലെങ്കിൽ ദേ ഷുഡ് പേ ഹർ അറ്റ് വൺസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസിസ്റ്റിന് ശേഷം നമുക്ക് ദാറ്റ് ക്ലോസിന് പുറമെ ING ഫോമും ഉപയോഗിക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ആ ING ഫോമിന് മുന്നിലായി ഓൺ എന്ന ഒരു പ്രിപ്പോസിഷൻ കൂടി വരുന്നുണ്ട്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് പെയ്ഡ് അറ്റ് വൺസ്. ബി എന്ന വെർബിൻ്റെ ഷുഡ് ബി പെയ്ഡിലെ ബി എന്ന വെർബിൻ്റെ ING ഫോമാണ് നമ്മളോട് ഉപയോഗിക്കുന്നത്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് പെയ്ഡ് അറ്റ് വൺസ്. പലർക്കും ഈ സ്ട്രക്ചർ കൺഫ്യൂസിംഗ് ആയി തോന്നാം. അങ്ങനെയുള്ളവർ ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ പറയാം. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് പെയ്ഡ് അറ്റ് വൺസ്. ഇൻസിസ്റ്റിന് ശേഷം ഓൺ എന്ന പ്രിപ്പോസിഷൻ ഈ സ്ട്രക്ചറിൽ വരും. പിന്നെ ആ ഓണിന് ശേഷമാണ് ING ഫോം വരുന്നത്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ബീയിങ് പെയ്ഡ് അറ്റ് വൺസ് അല്ലെങ്കിൽ ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ഷുഡ് ബി പെയ്ഡ് അറ്റ് വൺസ്. ഇവിടെയും നമുക്ക് ഷുഡ് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഷീ ബി പെയ്ഡ് അറ്റ് വൺസ് എന്നും പറയാം. അവൻ ഡ്രഗ്സ് ഉപേക്ഷിക്കണമെന്ന് അവൾ നിർബന്ധിച്ചു. ഇതെങ്ങനെയാണ് പറയുന്നത്? അവൾ നിർബന്ധിച്ചു. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് അവൻ ഡ്രഗ് ഉപേക്ഷിക്കണം. ഡ്രഗ് ഉപേക്ഷിക്കുക എന്നതിന് നമുക്ക് ഗീവ് അപ്പ് ഡ്രഗ്സ് എന്ന് പറയാം. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ഗീവ് അപ്പ് ഡ്രഗ്സ്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഷുഡ് ഗീവ് അപ്പ് ഡ്രഗ്സ്. ഇത് തന്നെ നമുക്ക് ഷുഡ് റിമൂവ് ചെയ്തും പറയാവുന്നതാണ്. ഷുഡ് റിമൂവ് ചെയ്യുമ്പോൾ മറ്റ് ചേഞ്ചസ് ഒന്നും ആ സെൻറ്റൻസിനകത്ത് വരുത്തരുത്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഗീവ് അപ്പ് ഡ്രഗ്സ്. ഇവിടെ നമുക്ക് ഇൻസിസ്റ്റഡ് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ ദാറ്റ് ക്ലോസിൽ എങ്ങനെ ഗീവ് എന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നു എന്ന് സംശയം തോന്നാം. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ഷുഡ് ഗീവ് എന്ന എക്സ്പ്രഷനിൽ ഷുഡ് റിമൂവ് ചെയ്യുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഷുഡ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ സെൻറ്റൻസിനകത്ത് മറ്റു മാറ്റങ്ങളൊന്നും തന്നെ വരുത്തരുത്. ഷീ ഇൻസിസ്റ്റഡ് ദാറ്റ് ഹി ഗീവ് അപ്പ് ഡ്രഗ്സ്. ഇത് തന്നെ നമുക്ക് ING ഫോം ഉപയോഗിച്ചും പറയാം. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ഹിസ് ഗിവിങ് അപ്പ് ഡ്രഗ്സ്. അവളല്ല ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടത്, അവനാണ്. അതുകൊണ്ട് തന്നെ ഗിവിങ് അപ്പ് എന്ന ING ഫോമിന് മുന്നിൽ നമ്മൾ ഹിസ് എന്നൊരു പൊസസീവ് വാക്ക് കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഷീ ഇൻസിസ്റ്റഡ് ഓൺ ഹിസ് ഗിവിങ് അപ്പ് ഡ്രഗ്സ്. ഇത് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയുന്നതാണ് കുറച്ചുകൂടി ഈസിയർ. ING ഫോം ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. രണ്ട് സ്ട്രക്ചറും പോസിബിൾ ആണ് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഈ വീട് എന്നും വൃത്തിയാക്കാറുണ്ട്. ആരാണ് വൃത്തിയാക്കുന്നത് എന്ന് പറയുന്നില്ല. എന്നാലും വീടല്ല വൃത്തിയാക്കുന്നത്, വീട് വൃത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റായി വീടാണ് വരുന്നതെങ്കിൽ, ഹൗസ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ആക്റ്റീവ് വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ പാസീവ് വെർബ് ഉപയോഗിക്കേണ്ടി വരും. ആരോ ഈ വീട് എന്നും വൃത്തിയാക്കാറുണ്ട് എന്ന് പറയണമെന്ന് കരുതാം. എന്നും വൃത്തിയാക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഹാബിറ്റാണ്, പതിവായി ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ആരോ ഈ വീട് എന്നും വൃത്തിയാക്കാറുണ്ട്. സംബഡി ക്ലീൻസ് ദിസ് ഹൗസ് എവറി ഡേ.
അത് ആക്റ്റീവ് വോയിസിൽ ആരോ ചെയ്യുന്നുണ്ട്, പതിവായി നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്. ഇനി ഈ വീട് എന്നും വൃത്തിയാക്കാറുണ്ട് അല്ലെങ്കിൽ എന്നും വൃത്തിയാക്കപ്പെടാറുണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് വേണ്ടത് പാസീവ് വോയിസ് ആണ്. വീട് സബ്ജക്റ്റായി വരുമ്പോൾ നമുക്കിവിടെ പാസീവ് വോയിസേ ഉപയോഗിക്കാൻ സാധിക്കും. ദിസ് ഹൗസ് ഈസ് ക്ലീൻഡ് എവറിഡേ. ദിസ് ഹൗസ് ഈസ് ക്ലീൻഡ് എവറിഡേ. ഈ വീട് എന്നും വൃത്തിയാക്കപ്പെടാറുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസിലെ പാസീവ് ഫോം ആണ് ഈസ്, ആം, ആർ പ്ലസ് V3. ഇവിടെ സബ്ജക്റ്റായ ഹൗസ് സിംഗുലർ ആയത് കാരണമാണ് നമ്മൾ ഈസ് ഉപയോഗിച്ചത്. ദിസ് ഹൗസ് ഈസ് ക്ലീൻഡ് എവറിഡേ. എവറിഡേ 2 വാക്കായിട്ടാണ് എഴുതുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇത് ഒറ്റ വാക്കായി എഴുതുന്ന സമയത്ത് അതിന് കോമൺ പ്ലേസ്, ഓർഡിനറി അതുപോലുള്ള അർത്ഥമാണ് വരുന്നത്. എല്ലാ ദിവസവും എന്ന അർത്ഥത്തിൽ നമ്മൾ എവരിഡേ 2 വാക്കായി തന്നെ വേണം എഴുതാൻ. ഈ റോഡ് അധികം ഉപയോഗിക്കപ്പെടാറില്ല. ഇവിടെയും ആരാണ് ഉപയോഗിക്കാത്തത് എന്ന് പറയുന്നില്ല, തീർച്ചയായും ആളുകളാണ് ഉപയോഗിക്കാത്തത്. അതായത് ഈ സെന്റൻസിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള സബ്ജക്റ്റായ റോഡ് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കപ്പെടാറില്ല എന്നാണ് നമുക്ക് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. സബ്ജക്റ്റ് ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പാസീവ് വെർബ് ഉപയോഗിക്കണം. സബ്ജക്റ്റാണ് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആക്റ്റീവ് വെർബ് ഉപയോഗിക്കണം. ആളുകൾ ഈ റോഡ് അധികം ഉപയോഗിക്കാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കും. ഈ റോഡ് അധികം ഉപയോഗിക്കപ്പെടാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. നമുക്കിത് 2 രീതിയിലും പറയാം. ഉപയോഗിക്കപ്പെടാറില്ല അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്, ഉപയോഗിക്കാറുണ്ട് എന്നെല്ലാം പറയുമ്പോൾ അത് ഹാബിറ്റ് പോലെയാണ്, പതിവായി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ആളുകൾ ഈ റോഡ് അധികം ഉപയോഗിക്കാറില്ല. പീപ്പിൾ ഡോണ്ട് യൂസ് ദിസ് റോഡ് മച്ച് അല്ലെങ്കിൽ ഓഫൺ. റോഡ് സബ്ജക്റ്റ് ആയാണ് വരുന്നതെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള പാസീവ് ഫോമാണ് വേണ്ടത്. ദിസ് റോഡ് ഈസ് റെയർലി യൂസ്ഡ് അല്ലെങ്കിൽ ദിസ് റോഡ് ഈസ് ഇൻ യൂസ്ഡ് മച്ച്. ദിസ് റോഡ് ഈസ് റെയർലി യൂസ്ഡ്. അപൂർവമായി ഈ റോഡ് ഉപയോഗിക്കപ്പെടാറുള്ളൂ. ഇതല്ലെങ്കിൽ നമുക്ക് ദിസ് റോഡ് ഈസ് ഇൻ യൂസ്ഡ് മച്ച് എന്ന് പറയാം, അധികം ഉപയോഗിക്കപ്പെടാറില്ല. ഇനി ആളുകളാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ പറയാം പീപ്പിൾ റെയർലി യൂസ് ദിസ് റോഡ് എന്നാണ്. ആളുകൾ അപൂർവമായി ഈ റോഡ് ഉപയോഗിക്കാറുള്ളൂ. ഇത് തന്നെ നമുക്ക് പീപ്പിൾ ഡോണ്ട് യൂസ് ദിസ് റോഡ് മച്ച് എന്നും പറയാം. ആളുകൾ ഈ റോഡ് അധികം ഉപയോഗിക്കാറില്ല. റെയർലി ഒരു നെഗറ്റീവ് വാക്കാണ്, അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം നമ്മൾ നോട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ആ റെയർലി അവിടെ ഇല്ലെങ്കിൽ ഈ റോഡ് അധികം ഉപയോഗിക്കാറില്ല എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് നോട്ട് അവിടെ ഉപയോഗിക്കണം. പീപ്പിൾ ഡോണ്ട് യൂസ് ദിസ് റോഡ് മച്ച്. ആളുകൾ ഈ റോഡ് അധികം ഉപയോഗിക്കാറില്ല. അല്ലെങ്കിൽ ദിസ് റോഡ് ഈസ് റെയർലി യൂസ്ഡ്. അപൂർവമായി ഈ റോഡ് ഉപയോഗിക്കപ്പെടാറുള്ളൂ. സബ്ജക്റ്റാണ് ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു, പക്ഷെ അതൊന്നും നല്ലതായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. വി ടുക്ക് സം പിക്ചേഴ്സ് അല്ലെങ്കിൽ ഫോട്ടോസ്. എടുത്തു എന്ന് പറയാം, ടുക്ക് എന്ന് പറയാം. വി ക്യാപ്ചേർഡ് സം പിക്ചേഴ്സ് എന്നും പറയാം. വി ടുക്ക് സം ഫോട്ടോസ്. പക്ഷെ അതൊന്നും നല്ലതായിരുന്നില്ല. ഒന്നും നല്ലതായിരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നൺ ഓഫ് ദം എന്ന് പറയാം. ബട്ട് നൺ ഓഫ് ദം വേർ ഗുഡ് അല്ലെങ്കിൽ വാസ് ഗുഡ്. നൺ എന്ന പ്രൊനൗണിന് ശേഷം നമുക്ക് സിംഗുലർ വേർബ്സും ഉപയോഗിക്കാം, പ്ലൂറൽ വേർബ്സും ഉപയോഗിക്കാം. ആ സിനിമ കാണാൻ കൊള്ളാവുന്നതാണോ? ഈസ് ദാറ്റ് മൂവി വെർത്ത് വാച്ചിങ്. ആ സിനിമ കാണാൻ കൊള്ളാവുന്നതാണോ, നല്ലതാണോ? ആ നോവൽ വായിക്കാൻ കൊള്ളാവുന്നതാണോ എന്ന് ചോദിക്കണമെങ്കിലോ ഈസ് ദാറ്റ് നോവൽ വെർത്ത് റീഡിങ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം അവിടെ നമ്മൾ സന്ദർശിക്കാൻ കൊള്ളാവുന്ന സ്ഥലമാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഈസ് മൂന്നാർ വെർത്ത് വിസിറ്റിംഗ്. മൂന്നാർ എങ്ങനെ കാണാൻ കൊള്ളാവുന്ന സ്ഥലമാണോ, അങ്ങോട്ട് പോകുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇവിടെ വെർത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോം ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ടു വാച്ച്, ടു റീഡ്, ടു വിസിറ്റ് അതൊന്നും പറയരുത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. നിങ്ങളിത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാവുന്നവർ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.